ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മദേഴ്സ് നഴ്സിംഗ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ ഇന്നത്തെ അപ്ഡേറ്റ് LBS വഴി നമുക്ക് BS നഴ്സിംഗ് പാരാമെഡിക്കൽ അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ടാണ്. അപ്പം നിലവിൽ നമ്മൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് LBS ഒഫീഷ്യൽ പോർട്ടൽ വഴി വന്നിട്ടുണ്ട്. നമുക്ക് ജനറൽ കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യാൻ 800 രൂപയും SC/ST കാറ്റഗറി അപ്ലൈ ചെയ്യാനുള്ള കുട്ടികൾക്ക് 400 രൂപയും ആണ് പറഞ്ഞിരിക്കുന്നത്. സർവീസ് കാൻഡിഡേറ്റിന് 800 തന്നെയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷന് എല്ലാത്തിലും ഉപരി നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഇതിൻ്റെ പ്രോസ്പെക്റ്റ് നമ്മൾ വായിച്ചിരിക്കണം. ഈ ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നതിന് പ്രധാനമായിട്ട് നമ്മൾ ഏറ്റവും പ്രയർ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോസ്പെക്റ്റ് ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യമാണ്. കാര്യം പ്രോസ്പെക്റ്റ് നന്നായിട്ട് ഡീറ്റെയിൽ ചെയ്ത് വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് പോകാൻ. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ടെൻഡേറ്റീവ് ഷെഡ്യൂൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഒരു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ടെൻഡേറ്റീവ് ഷെഡ്യൂൾ പോലെ തന്നെ ആയിരിക്കുമോ എന്ന് എന്നോട് കുറച്ച് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ടെൻഡേറ്റീവ് ഷെഡ്യൂളിൽ പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും എല്ലാ കാര്യങ്ങളും മൂവ് ഓൺ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ. നമ്മൾ ചില കേസസിൽ അവരൊരു ഇപ്പം INC പറഞ്ഞ നേരത്തെ ആസ് മച്ച് ആസ് ഏർലിയസ് നമ്മൾ അഡ്മിഷൻ പ്രോസസ്സ് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു പ്രയർ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണെങ്കിൽ കുറച്ച് ഡിലേ വരാറുണ്ട് കമ്പാരിറ്റീവ്ലി നമ്മൾ കേരളത്തിൽ ഒരു അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് ഒഫീഷ്യൽ സൈറ്റിൻ്റെ അതിൻ്റെ ഒരു ക്രൈറ്റീരിയാസ് പ്രോസ്പെക്റ്റിൽ ഏറ്റവും കാര്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ BS നഴ്സിംഗിൻ്റെ ഒരു ഡ്യൂറേഷന് 4 വർഷം, ഇന്റേൺഷിപ്പിൻ്റെ കേസസ് ഈ വർഷം മെൻഷൻ ചെയ്തിട്ടുണ്ട് പ്രോസ്പെക്റ്റിൽ. MLT കോഴ്സ് 4 വർഷമാണ്, BSc പെർഫ്യൂഷൻ 3 വർഷ കോഴ്സ്, ഒപ്റ്റോമെട്രി 3 1 ഇയർ ആയിട്ട് ഇന്റേൺഷിപ്പ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ BSLP കോഴ്സ് 3 ഇയർ കോഴ്സായിട്ടാണ്, 10 months കമ്പൽസറി ഇന്റേൺഷിപ്പാണ്. പിന്നെ ബാച്ചിലർ ഓഫ് ഇമേജിംഗ് ടെക്നോളജി 3 വർഷ കോഴ്സ് 1 ഇയർ കമ്പൽസറി, റേഡിയോ തെറാപ്പി 3 വർഷം 1 ഇയർ ഇന്റേൺഷിപ്പ്. അതുപോലെ തന്നെ BSc ഡയാലിസിസ് ടെക്നോളജി 1 ഇയർ കമ്പൽസറി ഇന്റേൺഷിപ്പ്. ബാച്ചിലർ ഓഫ് ഒക്കുപേഷണൽ തെറാപ്പി 6 months മാത്രമേ വരുന്നുള്ളൂ. ഇന്റേൺഷിപ്പ് 4 ഇയർ കോഴ്സാണ്. അതുപോലെ തന്നെ BSc ന്യൂറോ ടെക്നോളജി 3 വർഷ കോഴ്സ് 1 ഇയർ കമ്പൽസറി ഇന്റേൺഷിപ്പ്. അപ്പം അതുപോലെ തന്നെ റിസർവേഷൻ നോമിനീസിൻ്റെ കാര്യങ്ങൾ ഒക്കെ ക്രൈറ്റീരിയാസ്. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുടെ റിലേഷൻഷിപ്പ് അങ്ങനെ വരുന്നതാണെങ്കിൽ, അതുപോലെ തന്നെ നോമിനീസ് ഓഫ് ലക്ഷദ്വീപ്. അപ്പോൾ അങ്ങനെ ഓരോ കാറ്റഗറി ബേസിസിലുള്ള എന്തെങ്കിലും നമുക്ക് കാറ്റഗറി റിസർവേഷൻ ഉള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഈ മാനദണ്ഡങ്ങളൊക്കെ ചെക്ക് ചെയ്യുക, നിങ്ങൾ ഇതിൽ ബിലോങ് ചെയ്യുന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രധാനമായിട്ട് നമുക്ക് സ്റ്റേറ്റ് മെറിറ്റ്. അപ്പോൾ സ്റ്റേറ്റ് മെറിറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കംപ്ലീറ്റ്ലി മെഡിക്കൽ കോളേജസ്, ഗവൺമെൻറ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് സ്റ്റേറ്റ് മെറിറ്റ് 50% സീറ്റ്സ് ആണ് വരിക. അതുപോലെ തന്നെ ഫോർവേഡ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് EWS കാറ്റഗറിക്ക് 10%. പിന്നെ നമ്മൾ SC/BC കാറ്റഗറിയിൽ പെടുന്ന ഈഴവ, മുസ്ലിം, അതർ ബാക്ക്ഗ്രൗണ്ട്, ഹിന്ദു, ലാറ്റിൻ കാത്തലിക്, ധീവര, വിശ്വകർമ്മ, കുശവൻ, അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, കുണു. അപ്പം പ്രത്യേകിച്ച് കാറ്റഗറി റിസർവേഷനുള്ള കുട്ടികൾ നിങ്ങൾ ആ ഒരു ബേസിസിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു സെപ്പറേറ്റ് നമുക്ക് റിസർവേഷൻ. അപ്പം അതിൽ ഏറ്റവും ഹയസ്റ്റ് മാർക്കുള്ള കുട്ടികൾക്കായിരിക്കും മുൻഗണന വരുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 99% ഒരു കുട്ടികൾക്ക് ജനറൽ മെറിറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും റിസർവേഷൻ കാറ്റഗറിയിൽ 90% കുട്ടിയാണ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നതെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ കാറ്റഗറി റിസർവേഷനകത്ത് ബേസ് നിൽക്കുകയാണെങ്കിൽ അവർക്ക് മുൻഗണന ഉണ്ടാവും. അപ്പോൾ കാറ്റഗറി റിസർവേഷൻ ആയിട്ടുള്ള സാഹചര്യത്തിൽ നിങ്ങൾ അതിൽ ബിലോങ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനോടനുബന്ധമായ സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്കത് ആ ഒരു റിസർവേഷൻസിന് നമുക്ക് പ്രയോറിറ്റൈസേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ കാറ്റഗറി റിസർവേഷൻ എത്ര ശതമാനം എന്നുള്ളതും കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഫോർ എക്സാമ്പിൾ നമുക്ക് സെൽഫ് ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അതായത് മെഡിക്കൽ കോളേജസ് അല്ലാതെ നമ്മുടെ ഗവൺമെൻറ് എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ നമുക്ക് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ അതിൽ ക്രിസ്ത്യൻ അസോസിയേഷൻസ് ഉണ്ട്, അല്ലാതെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ സെൽഫ് ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ സ്റ്റേറ്റ് മെറിറ്റ് സീറ്റ്സ് എന്ന് പറയുന്ന 60%, സോഷ്യലി ബാക്ക്ഗ്രൗണ്ട് 30%, പിന്നെ ഷെഡ്യൂൾ SC/ST കാറ്റഗറിയിൽ 10%. അങ്ങനെയാണ് നമുക്ക് ഒരു റിസർവേഷൻ ബേസിസിൽ അവർ പറഞ്ഞിട്ടുള്ളത് സീറ്റ്സിൻ്റെ ഒരു അവൈലബിലിറ്റി അനുസരിച്ച്. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ഇതിൻ്റെ ക്ലെയിം അല്ല വളരെയധികം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു കാറ്റഗറി റിസർവേഷൻസ് നമുക്ക് അനുബന്ധമായിട്ട് നമുക്ക് ആനുകൂല്യം ലഭിക്കണമെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള മാനദണ്ഡം അനുസരിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ. അപ്പം അവർ പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രയർ റെസ്പോൺസിബിലിറ്റി. അപ്പം ഞാൻ പറഞ്ഞില്ല, നമ്മളിപ്പം LBS ഓപ്പൺ ആക്കി ഓൺ ദ നെക്സ്റ്റ് ഡേ തന്നെ ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നില്ല. അവർ പറഞ്ഞ ടൈമിൽ നമുക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കാം. പക്ഷേ പ്രത്യേകമായിട്ട് കാറ്റഗറി റിസർവേഷനുള്ള കുട്ടികളാണെങ്കിൽ ഈ പറഞ്ഞ അനുബന്ധമായിട്ടുള്ള നിങ്ങൾ റിസർവേഷൻ ബേസിസ് ചെയ്തിട്ടുള്ള അവർ പറഞ്ഞിട്ടുള്ള അണ്ടർലൈൻ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്താൽ മാത്രമേ കാറ്റഗറി റിസർവേഷനിലേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ ജനറൽ കോട്ട ബേസിസിലോട്ടാണ് പോവുക.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏറ്റവും ആദ്യം as much as early as possible നമ്മൾ അവർ പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് എല്ലാം അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റ്, ഏതൊക്കെ റിസർവേഷൻ ബേസിലുള്ള സർട്ടിഫിക്കറ്റ്സിൻ്റെ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രോസ്പെക്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം പ്രധാനമായിട്ട് നമുക്ക് എപ്പോഴും ഓർക്കുക, ഇൻഡെക്സ് സ്കോർ മാർക്ക് ബേസ്ഡ് തന്നെയാണ് ടോട്ടലി LBS വഴി ആപ്ലിക്കേഷൻ സമർപ്പിക്കുമ്പോൾ നമുക്ക് സീറ്റ് ലഭ്യത വരുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒറ്റ ഒഫീഷ്യൽ നമ്മൾ www.lbscenter.kerala.gov.in ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് പോർട്ടൽ വഴിയാണ് നമ്മൾ ആപ്ലിക്കേഷൻ വന്നത്. ആപ്ലിക്കേഷൻ ഫീ നമ്മൾ റെമിറ്റൻസ് ഫീസ് അടച്ചതിന് ശേഷം മാത്രമേ അതിൻ്റെ പ്രോസസ്സ് വരുള്ളൂ. നമ്മുടെ പ്രയർ റെസ്പോൺസിബിലിറ്റി, നമ്മൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ നിങ്ങളൊരു കമ്പ്യൂട്ടർ സെൻറ്ററിൽ തന്നെ പോയിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ല. നിങ്ങൾ ഫോണിൽ കൂടി ആപ്ലിക്കേഷൻ സമർപ്പിക്കാതിരിക്കുക. കാര്യം സ്കാൻഡ് ഇമേജസ്, നിങ്ങളിപ്പോൾ എന്തെങ്കിലും റിസർവേഷൻ അനുബന്ധമായിട്ടുള്ള കുട്ടിയാണെന്ന് വിചാരിച്ചോളുക. അല്ലെങ്കിൽ തന്നെയാണ് നമ്മൾ സർട്ടിഫിക്കറ്റ്സ് ക്ലിയർ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പം നമ്മൾ ഫോണിലൂടെയൊക്കെ സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ അവരെ ക്ലാരിറ്റി പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചിലപ്പം ചാൻസസ് ഉണ്ട് നമുക്ക് ഔട്ട് ആകാനായിട്ട്. ഒരു കുട്ടിക്ക് ഒരു സമയത്ത് അറ്റ് എ ടൈമിൽ ഒറ്റ ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ സാധിക്കുള്ളൂ. മിസ്റ്റേക്ക് വന്ന് നമുക്ക് പിന്നെ റീഅപ്ലൈ അതൊന്നും നടക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എൻട്രി ചെയ്യുന്ന ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്ന വാലിഡ് മെയിൽ ID ആയിരിക്കണം. ഒരു കാരണവശാലും ആ മെയിൽ IDയുടെ പാസ്വേഡ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. വാലിഡ് മെയിൽ അടിക്കണം, വാലിഡ് ഫോൺ നമ്പർ ആയിരിക്കണം. ചിലപ്പോൾ അപ്ഡേറ്റ്സ് നമുക്ക് ഫോണിൽ മെസ്സേജ് വരും. അടുത്ത നമ്മുടെ പ്രയർ റെസ്പോൺസിബിലിറ്റി പറയുന്നത് നമ്മൾ എൻ്റർ ചെയ്യുന്ന ഓരോ ഡീറ്റെയിൽസും റീചെക്ക് ചെയ്തിട്ട് മാത്രമേ ഫൈനൽ സബ്മിഷൻ കൊടുക്കാൻ പാടുള്ളൂ. അപ്ലോഡ് ചെയ്യുന്ന സമയത്തും നമ്മൾ കറക്റ്റായിട്ട് ക്ലാരിഫൈ ചെയ്തിട്ട്, അതാ ഞാൻ പറഞ്ഞ സഡൻ ഓഫ് ധൃതി പിടിച്ച് കാര്യങ്ങൾ ചെയ്യാമെന്നല്ല, വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് ഒരു ഇപ്പോൾ നമ്മൾ ഡിസ്ട്രിക്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ ഓൺലൈൻ പേയ്മെൻറ്റ്, ഇപ്പോൾ നമ്മൾ ഫെഡറൽ ബാങ്ക് വഴിയൊക്കെ നമുക്ക് ചലാൻ സ്ലിപ്പൊക്കെ ആണെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് അപ്ഡേഷൻ ഓൺ നെക്സ്റ്റ് ഡേയിലേ വരുള്ളൂ. അല്ലാതെ നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ്സ് ഒക്കെ വരുമ്പോഴായിരിക്കും അതൊക്കെ പെട്ടെന്ന് തന്നെ ഓക്കെ ആവുന്നത്. അപ്പം അത് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് LBSൻ്റെ ഒഫീഷ്യൽ നമ്പറിൽ വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്ത് LBS സബ് സെൻറ്റേഴ്സിലൊക്കെ നമ്പേഴ്സ് ഉണ്ട്, നമ്മുടെ പ്രോസ്പെക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ പറഞ്ഞിരിക്കുന്ന സർട്ടിഫിക്കറ്റ്സിൻ്റെ നിർബന്ധമായിട്ട് നിങ്ങൾ റിസർവേഷൻ ബേസിസിലാണെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് അവർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പേജ് 25 പ്രോസ്പെക്റ്റിൽ 25, 26 നിങ്ങൾ നോക്കുക. അതിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സർട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾ വായിച്ച് നോക്കി മനസ്സിലാക്കിയിട്ട് ശേഷം മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങളുടെ റിസർവേഷൻ വരുന്ന നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, നിങ്ങൾ ഏത് കാറ്റഗറി ബിലോങ് ചെയ്യുമ്പോൾ ഏത് സർട്ടിഫിക്കറ്റാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്ന് മേക്ക് ഷുവർ ചെയ്തിട്ട് മാത്രമേ നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം പ്രത്യേകമായിട്ട് അതേപോലെ തന്നെ ഒറ്റ പ്രോസസ്സും കൊണ്ട് നമുക്ക് നമുക്ക് അറ്റ് എ ടൈമിൽ നമുക്ക് നഴ്സിംഗ് പാരാമീറ്റർ, അപ്പം നമ്മുടെ ഇൻഡെക്സ് സ്കോർ വരുന്ന സമയത്ത് നമ്മുടെ BS നഴ്സിംഗ് നിങ്ങളുടെ ഇൻഡെക്സ് സ്കോർ എത്രയാണ്, നിങ്ങൾ പാരാമെഡിക്കൽ സ്ട്രീംസിൽ എത്ര ഇൻഡെക്സ് സ്കോർ ആണ് നിങ്ങളുടെ റാങ്കിങ്ങിലെ പൊസിഷൻ അനുസരിച്ച് വരുന്നത് സെപ്പറേറ്റ് കാണിക്കും. ഓക്കെ, അത് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതനുസരിച്ച് അവർ സെപ്പറേറ്റ് കാണിക്കും. അപ്പം നമുക്ക് മനസ്സിലാവും നമ്മുടെ മാർക്ക് ബേസ് കിട്ടാൻ പോസിബിലിറ്റീസും കാര്യങ്ങളും. ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്, എൻ്റെ ഒരു മാർക്കിൽ അഡ്മിഷൻസ് കിട്ടുമോ LBS വഴി എന്ന് മാത്രം. നിങ്ങൾ പ്രധാനമായിട്ടും ഞാൻ പറയുന്നു, LBS ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എക്സ്ക്ലൂസീവ്ലി ആൻഡ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജ് അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജസിലേക്കുള്ള മെറിറ്റ് കോട്ട സീറ്റ് അപ്ലൈ ചെയ്യാൻ മാത്രമുള്ള ഒരു പ്രൊവിഷനാണ്. ഓക്കെ, ആഫ്റ്റർ ഓൾ നമ്മൾ ബാക്കിയുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജിന് മാനേജ്മെന്റ് സീറ്റ് ചില കോളേജസ് വളരെ ലിമിറ്റഡ് കോളേജിലുള്ള ഡയറക്റ്റ് അഡ്മിഷൻസ്, അല്ലാത്ത മീതി എല്ലാ കോളേജസിലും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അസോസിയേഷൻ അണ്ടറിലാണെങ്കിൽ അസോസിയേഷൻസ് ത്രൂ ആണ് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ കോളേജ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കോളേജ് ഏത് ബിലോങ് ചെയ്യുന്നു എന്ന് മേക്ക് ഷുവർ ചെയ്തിട്ട് വേണം നമ്മൾ അഡ്മിഷൻ പ്രോസസ്സിലേക്ക് പോകാൻ. അപ്പോൾ നഴ്സിംഗ് ബേസ്ഡിലുള്ള അപ്ഡേഷൻസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻസിലും കമൻസിലൊക്കെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് കമൻസ് ഒക്കെ എടുത്ത് നോക്കുക. അതുപോലെ തന്നെ നഴ്സിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു നഴ്സിംഗ് ഫോക്കസ് ചെയ്യുന്നവർ ഡെഫിനറ്റ്ലി നഴ്സിംഗ് ബേസിൽ ഒത്തിരി വീഡിയോകൾ അല്ലെങ്കിൽ കോഴ്സിൻ്റെ ഒരു ദൈർഘ്യത്തിനെ കുറിച്ചൊക്കെ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് വീഡിയോസ് ഒക്കെ ചെക്ക് ചെയ്യുക. മദേഴ്സ് നഴ്സിൻ്റെ ഒഫീഷ്യൽ നമ്പർ ഞാൻ മെൻഷൻ ചെയ്യുന്ന ഈ ഒരു നമ്പർ മാത്രമേ എനിക്കുള്ളൂ. അതിൽ മാത്രം നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താലേ നിങ്ങൾക്ക് കോമൺ ഡൗട്ട്സ് ആണ് ഞാൻ വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചിന്തിക്കാന്നുള്ള ഒത്തിരി അധികം കുട്ടികൾ മെസ്സേജ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ കോമൺ ഡൗട്ട്സ് ആണ് ഞാൻ വീഡിയോസിലാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ LBSന് ഇന്ന് ആപ്ലിക്കേഷൻ സമർപ്പിച്ചു കൊണ്ട് നമുക്ക് പെട്ടെന്ന് സീറ്റ് കിട്ടാമെന്നല്ല. അവർ പറഞ്ഞ ടൈം പീരീഡിൽ നമ്മൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കുക എന്നുള്ളൊരു കേസാണ് പ്രധാനമായിട്ട്. അപ്പം ഈ ഒരു ടൈം പീരീഡ് നമ്മൾ അതുപോലെ തന്നെ BS നഴ്സിംഗ് പോലെ തന്നെ പാരാമെഡിക്കൽ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് എനിക്ക് ഒറ്റ റിക്വസ്റ്റ് പറയാനുള്ളൂ, നമ്മൾ ജോലി സാധ്യത മേക്ക് ഷുവർ ചെയ്തിട്ട് വേണം നമ്മൾ കോഴ്സ് ഓപ്റ്റ് ചെയ്യാൻ. ഏതെങ്കിലും ഒരു സീറ്റ് കേരളത്തിൽ പഠിച്ചേക്കാമെന്നല്ല, നമ്മൾ നാളെ ആ കോഴ്സ് കൊണ്ട് പഠിച്ചിട്ട് നമുക്ക് മുമ്പോട്ടാണ് ജോലി അഷ്വർഡാണ്. അതുകൊണ്ട് എപ്പോഴും അതിൻ്റെ ജോലിയുടെ സ്കോപ്പ് മാത്രം നോക്കിയിട്ട് നിങ്ങൾ പാരാമെഡിക്കൽസ് ആണ് സെലക്ട് ചെയ്യുമ്പോൾ ചൂസ് ചെയ്യുക. അതുകൊണ്ട് ഞാൻ പർട്ടിക്കുലർ എടുത്ത് പറയുന്നില്ല. അപ്പം ഏതെങ്കിലും ഒരു അഡ്മിഷൻ കിട്ടിയിട്ട് കേരളത്തിൽ പഠിച്ചേക്കാം, അങ്ങനെയല്ല, കേരളത്തിന് പുറത്തും പഠിക്കാം. പക്ഷെ അപ്രൂവലുള്ള INC റെഗുലേഷൻസ് ഉള്ള ടീച്ചിങ് സപ്പോർട്ട് വളരെ എടുത്ത് ഞാൻ പറയുന്നു, അത്യാവശ്യം ടീച്ചിങ് സപ്പോർട്ട് ഫെസിലിറ്റീസ് ഉള്ള ഒരു കോളേജ് തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഹൈ ഫീസ് ഉള്ള കോളേജ് ഒത്തിരി ഫെസിലിറ്റീസും ലോ ഫീസുള്ള അങ്ങനെയല്ല.
സ്റ്റാൻഡേർഡ് ആയിട്ട് പോകുന്ന കോളേജസ് ഉണ്ട്. എന്നാൽ ഫീസോ ചില കോളേജസ് അത്യാവശ്യം നല്ലതും ഉണ്ട്, ഓരോ കുട്ടികൾ അതിനകത്ത് ഷെയർ ചെയ്യാറുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ വാലിഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല നിലവാരമുള്ള ടീച്ചിങ് സപ്പോർട്ടുള്ള കോളേജ് തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഒത്തിരി പഴയ കോളേജസ് ഒക്കെ എടുക്കുന്നതിന് ഒത്തിരി നല്ലതായിരിക്കും, നിങ്ങളുടെ സിറ്റുവേഷൻസ് പോലെ. അപ്പോൾ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടതെന്നൊക്കെ സംശയമുള്ള കുട്ടികൾ മാത്രം മദേഴ്സ് നഴ്സിന് ഒഫീഷ്യൽ നമ്പറിൽ ചോദിക്കുക. കോമൺ ഡൗട്ട്സ് ഞാൻ വീഡിയോസിൽ അപ്ഡേറ്റ് കൃത്യമായിട്ട് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് കറക്റ്റ് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ LBSൻ്റെ വൺസ് എൻ്റെ പ്രോസസ്സ് കഴിയുമ്പോൾ അലോട്ട്മെൻറ്റ് ക്രൈറ്റീരിയാസ് ഒക്കെ, അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻസ് ഞാൻ വരുന്ന വീഡിയോകൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക, അത് നോക്കിയിട്ട് ഞാൻ മറ്റൊരു അപ്ഡേഷൻ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ LBSനെ കുറിച്ച് കുറച്ച് ഗൈഡ് ലൈൻസ് നിങ്ങൾക്ക് അറിവ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ LBS വഴി നമുക്ക് അഡ്മിഷൻ കിട്ടിയാൽ മെഡിക്കൽ കോളേജസിൽ മാത്രമാണ് റെമിറ്റൻസ് ഫീസിൻ്റെ കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. ഫീസിൻ്റെ നമുക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജസിലാണെങ്കിൽ LBS ത്രൂ നമുക്ക് കിട്ടുവാണെങ്കിൽ 25K LBS ത്രൂ ഒരു ആദ്യമേ പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് മീതി എമൗണ്ട് കോളേജ് ജോയിനിൽ അടയ്ക്കുന്നത്. അല്ലെങ്കിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജസിൽ വരുമ്പോഴേക്കും 22,000 ഇയർലി ഫീസ് വരുന്നുള്ളൂ. പക്ഷേ സെൽഫ് ഫിനാൻസിങ് കോളേജ് വരുമ്പോൾ LBS ത്രൂ 25K അടച്ചു കഴിഞ്ഞാൽ മീതി എമൗണ്ട് കോളേജിൽ ഫസ്റ്റ് ഇയർ എത്രയാണോ പറഞ്ഞിട്ടുള്ളത് ആ ഒരു എമൗണ്ട് വരുന്നുണ്ട്. നമുക്ക് കാറ്റഗറി റിസർവേഷൻ ഉള്ള കുട്ടികൾക്ക് മാത്രമാണ് ടോക്കൺ ഫീ 1000 വരുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് സംബന്ധമായ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വരുന്ന ദിവസം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ കമൻറ്റിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു നാസിക് ബേസ്ഡ് അപ്ഡേഷൻ വീഡിയോ ആയിട്ട് കാണുന്ന നമ്പർ. ടിൽ ദെൻ താങ്ക് യു.